ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാൻഡിൽ സ്ലിപ്പ് റീസെൻ്റ് ആയിട്ടുള്ളൊരു ബോട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ക്യാൻഡിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് MT5 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. അപ്പോൾ ആ ബോട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഈ ഒരു വീഡിയോക്ക് മുമ്പുള്ള വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു EXE ഫയൽ ലഭിക്കും. ആ EXE ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് നിങ്ങളുടെ MT5 ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ, ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു EA ഫയൽ എന്ന് പറഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് വേർഷനാണ്. ഇതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ലൈവ് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇടാൻ കഴിയില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓൾറെഡി MT5 നിങ്ങൾ XNSലോ അല്ലെങ്കിൽ ഏത് ബ്രോക്കറിലാണെങ്കിലും നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഡെമോ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മുമ്പുള്ള ഇതുവരെയുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് ഇതിൽ കാണിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോക്ക് മുമ്പുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്താലും എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ അതിനുശേഷം ഞാൻ അതിൽ വന്നിരിക്കുന്ന റിസൾട്ടുകൾ ഞാൻ $200 അക്കൗണ്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് XNSൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു EA ഫ്രീ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ IB ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി XNSലുള്ള അക്കൗണ്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാനുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് ആക്റ്റീവ് ആക്കി തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി പുതിയതായിട്ടുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം XNSലോ അല്ലെങ്കിൽ എൽപാരിയിലോ അല്ലെങ്കിൽ XNS ആണെങ്കിൽ XNS ഇപ്പോൾ ഇന്ത്യയിൽ ഓൺബോർഡിങ് ചെയ്യുന്നില്ല. UAEയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ഒഴികെയുള്ള മറ്റുള്ള കൺട്രികളിലാണെങ്കിൽ നിങ്ങൾക്ക് XNS സ്മൂത്തായി വർക്ക് ചെയ്യും. അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടേഡറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് സ്റ്റാർട്ടേഡറും അൽപാരി ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XNS അത് ഇപ്പോൾ വിഡ്രോവൽ മറ്റോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നിങ്ങൾ ചില ബാങ്കുകൾ ഇപ്പോൾ SBI ബാങ്കൊക്കെ ആണെങ്കിൽ ഏത് ഫോറക്സ് അക്കൗണ്ടിലേക്കും ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനത്തെ എല്ലാ ബ്രോക്കറിലും ഉള്ള ആ ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിലേക്ക് സ്റ്റാർട്ടേഡിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് ഈ ഒരു ലിങ്കും അതുപോലെ തന്നെ UAEയിലുള്ളവർക്ക് ഈ ഒരു ലിങ്കുമാണ്. പിന്നെ അൽപാരിലുള്ളവർ ഈ ഒരു ലിങ്ക്. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്ത് A2Z ഫോറക്സ് ബോട്ട് ട്രേഡിംഗ് എന്നുള്ള ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും ഈ ഒരു EA വെച്ചിട്ടുള്ള റിസൾട്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 3 ബ്രോക്കർ പറഞ്ഞു. 3 ബ്രോക്കറിലും 3 ഡിഫറൻറ്റ് ഒരേ ടൈം ഫ്രെയിമിൽ ഉള്ള ക്യാൻഡിലുകളാണെങ്കിൽ മാത്രമാണ് ഒരേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടേഡറിൽ ഇപ്പോൾ ഈ ഒരു XNSൽ 4 hour ക്യാൻഡിൽ എന്ന് പറഞ്ഞത് 8:30, അതുപോലെ തന്നെ 4:30 ആ രീതിയിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ അൽപാരിയിലോ അല്ലെങ്കിൽ സ്റ്റാറിലോ ഈ 4 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് 1 മണിക്കൂർ അങ്ങോട്ടോ 1 മണിക്കൂർ ഇങ്ങോട്ടോ ആണെങ്കിൽ അതിൻ്റെ ഐയും ലോയൊക്കെ മാറും. അപ്പോൾ ആ രീതിയിലൊക്കെ സ്ട്രാറ്റജി എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ അനുസരിച്ച് ഹൈയും ലോയും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ XNSൽ ട്രേഡ് എടുക്കുന്നതെന്ന് ചിലപ്പോൾ അൽപാരിൽ ഉണ്ടാവില്ല, അതുപോലെ അൽപാരിൽ ട്രേഡ് എടുക്കുന്നതെന്ന് XNSൽ ഉണ്ടാവില്ല. ആ രീതിയിലായിരിക്കും. ചിലപ്പോൾ രണ്ടിലും ഒരേ രീതിയിൽ ട്രേഡ് കിട്ടും. ആ രീതിയിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ വർക്ക് ചെയ്യിച്ച് ഞാനിപ്പോൾ XNS ലൈവ് അക്കൗണ്ടിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈവ് അക്കൗണ്ടിൽ ഉള്ള റിസൾട്ട് കാരണം ഇങ്ങനെയാണ്. ഒരു ദിവസം ചിലപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ $200 അക്കൗണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ $100 ചെയ്ത് വെക്കാം. $200 ചെയ്ത് വെച്ചാൽ 0.02 ഞാൻ ചെയ്യുന്നത്. 100 ആണെങ്കിൽ 0.01 ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇത് തന്നെ VPS ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 10,000 അക്കൗണ്ടാണ്. 10,000 ഒരു ഫണ്ടഡ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് ആക്റ്റീവ് ആക്കി കൊടുക്കുന്നില്ല. ഞാൻ ബ്രോക്കർ അക്കൗണ്ടിൽ മാത്രമേ ആക്റ്റീവ് ആക്കി കൊടുക്കുന്നുള്ളൂ. എൻ്റെ റെഫറിലുള്ള ബ്രോക്കർ അക്കൗണ്ടിൽ മാത്രമേ ഞാൻ ആക്റ്റീവായി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ 0.20 അതിൻ്റെ 1:3 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1:1 എത്തിക്കഴിഞ്ഞാൽ പാർഷ്യലി ക്ലോസ് ചെയ്യും 50%.
അഥവാ 0.10 ക്ലോസ് ആവും. ബാക്കി അത് 1:3 വരെ പോവും. അതിന് ഞാൻ ട്രെയിലിംഗ് SLഉം അതിൽ ആക്റ്റീവായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഞാനിപ്പോൾ നേരത്തെ കാണിച്ച XNSൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന XNSൻ്റെ ടെർമിനൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എന്നാൽ ഇതിൽ പക്ക ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സമയത്തും ഇതേ റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാലും നമുക്ക് റിസ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് ഡയറക്ഷൻ പോത്താണ് ബൈയും സെല്ലും. അപ്പോൾ നിങ്ങൾക്ക് ബൈ മാത്രമാണെങ്കിൽ ബൈ കൊടുക്കാം, സെല്ല് മാത്രമാണെങ്കിൽ സെല്ലും കൊടുക്കാം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 hour 15 minute ആണ്, 0.02 ആണ് എടുക്കുന്നത്. ക്യാൻഡിൽ ബേസ് ആണ് SL. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ബഫർ 100 കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ക്യാൻഡിൽ സൈസ് 1000. ഇനി നിങ്ങൾ അൽപ്പാരി അല്ലെങ്കിൽ സ്റ്റാർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 100-ന് പകരം 10ഉം സ്റ്റോപ്പ് ലോസ് ക്യാൻഡിൽ സൈസ് 1000-ന് പകരം 100 കൊടുക്കേണ്ടത്. കാരണം ഒരു ഡിജിറ്റ് കുറവായിരിക്കും മറ്റുള്ള ബ്രോക്കറിൽ. ഇത് XNSൻ്റെ സെറ്റിങ്സ് ആണ് എന്ന് ഓർത്തിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 50 minute സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് സ്വീപ്പ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എൻട്രി കിട്ടും. ആ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെ എൻട്രി വരുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ SL മാക്സിമം 10 trade കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർഷ്യൽ ക്ലോസിങ് 1:1 എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ക്ലോസ് ആകും. ബാക്കി ബ്രേക്ക് ഈവൻ, അത് ബ്രേക്ക് ഈവൻ ആവും. പിന്നെ ബാക്കി പോകുന്നതാണ് നമുക്ക് കിട്ടുക. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ട്രേഡ് പഞ്ചായി. അപ്പോൾ ഇതിൻ്റെ SL എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ട്രേഡിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ SL ആയിരിക്കും, അല്ലെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരിക ഓട്ടോമാറ്റിക്കായി. ഇനി മുകളിൽ SLO അല്ലെങ്കിൽ ഇത് 61. ഇപ്പോൾ 4 പോയിൻ്റാണ് SL വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക് ട്രേഡ് പഞ്ചാവാം. ഓക്കെ, 4 hourൻ്റെ ഹൈയും ലോയും കണക്കാക്കിയിട്ട്. അപ്പോൾ ഇതിലും SL ഉണ്ടാവും, അതുപോലെ ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിൽ SLഉം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. പിന്നെ നമുക്ക് പാർഷ്യൽ ക്ലോസിങ് 1:1 എത്തുമ്പോൾ പകുതി ക്ലോസ് ആവും. ബാക്കി നമുക്ക് ട്രയൽ ചെയ്യും. ട്രയൽ SL ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ട്രേഡ് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. ഇതിൻ്റെ 4 hour ക്യാൻഡിൽ നോക്കുക. 4 hour ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈ 15 minute കൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരിക. അത് SLഉം ഉണ്ടാവും, ടാർഗറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിരിക്കും SL വരിക. ഫസ്റ്റ് 1:1 എത്തുമ്പോൾ ക്ലോസ് ആവും. നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1:3 വരെ നമുക്ക് ഇതിൻ്റെ താഴെ വരെ ടാർഗറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ 4 hour ക്യാൻഡലിൻ്റെ ഹൈയും നിങ്ങൾക്ക് മറ്റുള്ള ഇതിലും ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ NSD USD GBP USD അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കറൻസി പെയേഴ്സോ അല്ലെങ്കിൽ BTCയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ട്രേഡ് ഇപ്പോൾ പഞ്ചായിട്ടുള്ളത് ഇവിടെ 4 പിപ്പ് 4 പോയിൻ്റ് അല്ല, നമ്മൾ 2 പോയിൻ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. ഇനി കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് SL അവിടെ കറക്റ്റ് ഉണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1:1 ഹാഫ് പൊസിഷൻ കട്ടാവും. ബാക്കിയുള്ളത് താഴേക്ക് നമുക്ക് ഈ എടുത്ത ബ്രേക്ക് ഈവൻ ആവും ബാക്കി. എന്നിട്ട് പിന്നെ ആയിരിക്കും ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കറക്റ്റ് സമയത്ത് തന്നെ പഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓണായിരിക്കണം. നിങ്ങൾക്ക് PC ഓണാക്കി വെക്കണം എന്നാണ് പറയുള്ളത്. നിങ്ങൾ PC ഓണാക്കി വെച്ചാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വർക്കാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് VPS സെർവർ ഇതുപോലത്തെ VPS സെർവർ നിങ്ങൾക്ക് വേണം, എന്നാലേ അത് വർക്കാവുള്ളൂ. ഓക്കെ, VPS സെർവർ എങ്ങനെയാണ് ആക്റ്റീവ് ആക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഈ സ്ട്രാറ്റജി. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി താല്പര്യം വർക്ക് ചെയ്യിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XNSൽ ഇതിൻ്റെ ഈ ഒരു ടെലഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചോ അല്ലെങ്കിൽ മുമ്പുള്ള EMA സ്ട്രാറ്റജിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ്. നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അതിൽ ഇമോഷൻ കൺട്രോൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊരിക്കലും ഒരു മാർട്ടിംഗലോ അല്ലെങ്കിൽ ഗ്രിഡ് ട്രേഡിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല. ഒരു ദിവസം കൊണ്ട് തന്നെ പണക്കാരനാവുന്ന സ്ട്രാറ്റജി ഒന്നല്ല. അതുപോലെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്ന സ്ട്രാറ്റജി അല്ല. അക്കൗണ്ട് നമുക്ക് മാക്സിമം നമുക്ക് റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ക്യാഷ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡുകളും അതിൽ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായി വേണ്ട നമ്മൾ 0.02 എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചത് നമുക്ക് എന്തായി, നമ്മുടെ 1:1 ആ പൊസിഷൻ ക്ലോസ് ചെയ്തു. അപ്പം എന്നാൽ $3.89 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ബാക്കിയുള്ളത് എന്തായി, അവിടെ ബ്രേക്ക് ഈവനിൽ സെറ്റായി. കാരണം ഈ 4261 4261 87 87. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്ക് ബാക്കിൽ വന്നിട്ട് SL അടിച്ചാലും നമുക്ക് നഷ്ടമല്ല. നമുക്ക് 0.01 പ്രോഫിറ്റിൽ നമ്മൾ ഇറങ്ങിയത്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ഇനി വരുന്ന ക്യാൻഡിലുകൾ 50 മിനിറ്റിലെ ക്യാൻഡിലുകൾ താഴെ വന്നിട്ട് എന്താവും, ഒരു ക്യാൻഡിലിൻ്റെ താഴെ ആയിരിക്കും SL. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുമ്പോൾ അതിൻ്റെ താഴേക്ക് SL മൂവ് ആവും. പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും SL. അങ്ങനെ SL അങ്ങനെ ട്രയൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഞാൻ $200 ഇടുമ്പോൾ അല്ലെങ്കിൽ 0.02 എടുക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. പിന്നെ നമുക്ക് 1:1 ഇറങ്ങിയാണ്ട് പകുതി നമുക്ക് 1:1 ഇറക്കി വെക്കാനും പറ്റും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കിനി ബാക്കിൽ വന്ന് SL അടിച്ചാലും ഇത് ബ്രേക്ക് ഈവനിലേക്ക് ഓട്ടോമാറ്റിക്കായി. അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല. കാര്യം നഷ്ടമല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ്. 1:1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ആണല്ലോ. ബാക്കിയുള്ളത് ഇനി നമുക്ക് ട്രയൽ ചെയ്ത് കഴിഞ്ഞാലും ഇത് ടാർഗറ്റ് എത്തിയില്ലെങ്കിലും നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈവ് ഈ ഒരു റെക്കോർഡിന് സമയത്ത് തന്നെ ഒരു എൻട്രി കിട്ടിയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ ഒരു ട്രേഡ് കിട്ടി. ഇനി മറ്റുള്ള ഇതേ സ്ട്രാറ്റജി ഞാൻ വേറെ ഇതിൽ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എൻട്രി രാവിലെ കിട്ടിയ $196 മാത്രമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എൻട്രി കിട്ടിയിട്ടില്ല. അവിടെ 0.20 ആകുന്നതുകൊണ്ട് തന്നെ $196 പ്രോഫിറ്റ്. മറ്റേതിൽ നമുക്ക് $16 ആയിരുന്നു, ഇതിൽ $96. അതിൽ 0.02 ആണ്. അതിൻ്റെ 10 മടങ്ങാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ ക്യാൻഡിലിൻ്റെ സൈസ് നോക്കുക, ഇതിൻ്റെ ഹൈ നോക്കുക. ഹൈ ഇവിടെയാണ്. പക്ഷേ ഈ ഒരു ബ്രോക്കറിൽ ഇതിൻ്റെ 4 hour ക്യാൻഡിൽ ഹൈ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പല വ്യത്യാസങ്ങളും പല രീതിയിൽ. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ SL ടൈപ്പ് എന്ന് പറഞ്ഞാൽ SLൻ്റെ ഇത് വേറെ ഒരു BTCയിൽ വലിയ വർക്കിംഗ് വരുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ചിലപ്പോൾ 1:4 ടാർഗറ്റ് എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് റിയൽ അക്കൗണ്ടാണ്, ഡെമോ അക്കൗണ്ട് എന്നല്ല. നമുക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരേ സ്ട്രാറ്റജി തന്നെ പല ബ്രോക്കറിൽ വരുമ്പോൾ അതിൻ്റെ ഹൈയും ലോയും വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് നമ്മുടെ ട്രailing SL വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഇത് 1:3 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഏകദേശം ഇവിടെ തന്നെയാണ് ബ്രേക്ക് ഈവന്. അതിനുശേഷം പുതിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ ലോ ആയിരിക്കും. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ഇവിടെ ആയിരിക്കും, അതിൻ്റെ ഹൈ എവിടെ നോക്കും അവിടെ ആയിരിക്കും. പിന്നെ അതനുസരിച്ചായിരിക്കും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി മനസ്സിലായാലും നിങ്ങൾക്ക് 4 hourൻ്റെ ക്യാൻഡിൽ ഹൈയും ലോയും മാർക്ക് ചെയ്യും. അതിനുശേഷം ഏതാണ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു സ്വീപ്പോട് കൂടി ആ സ്വീപ്പിൻ്റെ ആ ടൈമിൽ എൻട്രി എടുക്കും. എന്നിട്ട് 1:1 1:3 നമുക്ക് എത്രയാണോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിൻ്റെ ഇത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് അടിച്ചില്ല, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് അടിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ് ഇതാക്കാം. അപ്പം അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഇതിൽ വെക്കുകയാണെങ്കിൽ അത് ഏകദേശം 1:3 ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ബോട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എൻ്റെ റെഫറൽ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഈ ടെലിഗ്രാം ചാനൽ ലഭ്യമാണ്, അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ക്രിയേറ്റ് ചെയ്യുന്ന EAകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എൻ്റെ റെഫറൽ എടുത്ത ആൾക്ക് ആക്റ്റീവാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.